വിഗ്രഹമായ വാത്സല്യമാതാവിന്റെ ഭവനത്തിൽ നടക്കുന്ന ഈ ഭവന പ്രാർത്ഥനകളുടെ ബന്ധത്തിൽ ഈ ആലയത്തിൽ വെച്ച് നടക്കുന്ന ഈ കൂടിയൊരു അവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ദൈവസേനയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വിശേഷാൽ ആ വാത്സല്യമാതാവിനും ഇവിടെ ശുശ്രൂഷയിലായിരിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളോട് ഒരുമിച്ച് ഒരു കൂട്ടായ്മ കൂടെ സമർപ്പിക്കാനായി സർവശക്തനായ ദൈവം എനിക്ക് അവസരം നൽകിയതിനായ കർത്താവിന് നന്ദി പറയുന്നു. ഈ ബുധനാഴ്ച ഭവനത്തിൽ നടന്ന കോട്ടയത്ത് മീറ്റിംഗിൽ ആ ഭവനത്തിൽ കടന്നുപോയി സംബന്ധിച്ച അനന്തരമായി എന്റെ മകൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ കടന്നുപോകാനായിട്ട് ഇടയായി തീർന്നു. വ്യാഴപ്പള്ളി ഞാൻ 3 ദിവസത്തെ മീറ്റിംഗ് നടത്തിയ അനന്തരമായി ഞാൻ ഭവനത്തിലേക്ക് കടന്നുപോയി. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ അനന്തരാവശ്യം നടന്നതുകൊണ്ട് ഞങ്ങളുടെ ഏഷ്യാനം സഭകളിലൊന്നും മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ആരാധനയോ ഇല്ലായിരുന്നു. പൊതുവായുള്ള ആരാധനയായിരുന്നതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ കൂടി പോയി. കഴിഞ്ഞ ദിവസം ഇവിടെ കടന്നു വന്നു. ഇന്ന് വൈകിട്ട് അവിടെ ഭവന പ്രാർത്ഥനയുണ്ട്. നാളെ മറ്റന്നാൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയുണ്ട്. ശേഷം ഞായറാഴ്ച 2 ആഴ്ച കൊണ്ട് എനിക്ക് അവിടെ സഭയുടെ ശുശ്രൂഷയിൽ തുടരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. സർവശക്തനായ ദിവസങ്ങളിൽ ഹല്ലേലൂയ നടത്തുന്ന വിധങ്ങളെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. പലപ്പോഴും ശാരീരികമായ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എങ്കിലും ആ വാത്സല്യ മാതാവിനെ പകൽക്കാലം നമ്മുടെ കയറി വന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അതൊരു സിസ്റ്റർ ഇതുപോലെ പറഞ്ഞു, വീരാതെ ഞാൻ വിളിച്ചോ. അപ്പോൾ മാതാവ് പെട്ടെന്ന് പറഞ്ഞത് എങ്ങനെയാണ്, വീരാതെണ്ണം എന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എല്ലാവർക്കും അത് പെട്ടെന്ന് മാതാവ് തന്റെ വാക്കിലൂടെ ഞാൻ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മടങ്ങി പോകേണ്ടി വരികയില്ല. വരുവാനായിട്ട് നമ്മുടെ മാതാവിന്റെ സാക്ഷ്യമൊക്കെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ചുരുങ്ങിയ ചില നിമിഷങ്ങൾ കൂടെയാണല്ലോ നമ്മുടെ മുൻപിലുള്ളത്. ചുരുങ്ങിയ ചില നിമിഷങ്ങൾ ദൈവഹിതത്തിൽ ചില ചിന്തകൾ ദൈവത്തിൽ ഓർപ്പിച്ച ദിവസനേരിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി 103-ാമത്തെ സങ്കീർത്തനം 3-4-5 ഈ 3 വാക്യങ്ങൾ ഇന്നത്തെ ചിന്തകളായി 103-ാം സങ്കീർത്തനം. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ദയയും കരുണയും നിന്നെ അണിയിച്ചിരിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. ഈ വായിക്കപ്പെട്ട വേദഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഈ 3 വാക്യങ്ങളിൽ 6 കൂട്ടം കാര്യങ്ങൾ എടുത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന്, നമ്മൾ ഇന്ന് പകൽക്കാലം ആയിരിക്കുന്ന ഒരു നീതിന്യായ കോടതിയുടെ മുൻപിലാണ്. ആ കോടതിയുടെ മുൻപിൽ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ 3-ാം വാക്യത്തിൽ പറയുന്നത് ഈ അകൃത്യമൊക്കെയും മോചിക്കുന്നു. സ്തോത്രം. 2024 11 മാസക്കാലം നമ്മൾക്ക് കടന്നു പോകാനായിട്ടിടയായി. 12-ാം മാസത്തിന്റെ 4-ാം ദിനം പകൽക്കാലം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നാം ആയിരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവ പഠനത്തിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ വാക്കുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ അറിയാതെ പല ഹല്ലേലൂയ വിഷയങ്ങൾ ദൈവത്തിന്റെ കൃത്യതയ്ക്ക് വിരോധമായി സംസാരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ നോട്ടത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ കൃത്യതക്കേട് ഒരുപക്ഷെ വന്നേക്കാം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ സ്വന്തം ഹല്ലേലൂയ കൃത്യതക്കേട് നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ ഇന്നും പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ച് ഉണർത്തുന്ന ഒരു വസ്തുത ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം ഹല്ലേലൂയ അകൃത്യങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവം അത് മോചിച്ചു തരുവാനായിട്ട് ഈ 103-ാം സങ്കീർത്തനം എഴുതിയ ദാവീദ് തന്നെ 51-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ പാപം ദൈവമേ നീ ഹല്ലേലൂയ ഓർക്കല്ലേ, എന്റെ അകൃത്യത്തെ നീ മായ്ച്ചല്ലോ. നമുക്ക് വായിച്ചു എന്റെ പാവങ്ങളെ കാണാറണം, എന്റെ മുഖം മറക്കരുതേ.
അവന്റെ അകൃത്യങ്ങളെല്ലാം. അപ്പോൾ ഈ അകൃത്യം എന്ന് പറയുന്ന ആ കൃത്യതക്കേട് ആവശ്യം ദൈവിക ബന്ധത്തിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തും. അകൃത്യം എന്ന് പറയുന്ന ആവശ്യം ആ ഒരു ഹല്ലേലൂയ കൃത്യനിഷ്ഠക്കേട് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഹല്ലേലൂയ അകറ്റി നിർത്തിയിരിക്കുന്നത് അകൃത്യമത്രേ. അതുകൊണ്ട് ആവശ്യം ഇന്നും പകൽക്കാലം ദൈവമേ 2024 ഒന്നാം ദിവസം മുതൽ ഈ 12-ാം മാസം 4-ാം തീയതി വരെയുള്ള അവൻ എന്റെ ജീവിതത്തിലെ ഏതെങ്കിലും കൃത്യതക്കേടിനാൽ ദൈവിക ബന്ധത്തിൽ നിന്ന് ഹല്ലേലൂയ ഞാൻ അകന്നു നിൽക്കുന്നുവെങ്കിൽ ആ അകൃത്യത്തെ ദൈവമേ നീ മോചിച്ചു തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ദൈവം തീരുമാനമായ ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല ഒരു ജഡ്ജി ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ഏറ്റു പറയുമ്പോൾ അത് പൂർണ്ണമായി ഉപേക്ഷിച്ചു തരുവാൻ കഴിയുള്ള ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നവൻ എന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. സ്തോത്രം. നിന്റെ സകല രോഗങ്ങളെയും ഒന്ന് അകൃത്യം മോചിക്കുക, രണ്ട് രോഗത്തിന് സൗഖ്യം തരിക. നമുക്കെല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എന്റെ കണക്കൂട്ടലാണ് 100% ആളുകൾക്കും ഒന്നല്ലെങ്കിൽ വേറെ നിലയിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ശാരീരിക ബലഹീനതയുണ്ട് എന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കണം. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും, അത് എന്ത് രോഗമായാലും ശരിയെന്ന് ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ ചേർന്നതിൽ യേശുക്രിസ്തു ഹല്ലേലൂയ ജനിക്കുന്നതിന് മുൻപേ അവന്റെ മരണത്തെയും അവന്റെ മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രോഗസൗഖ്യങ്ങളെയൊക്കെ യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ അടിപ്പടരാകുന്ന സൗഖ്യം. അത് പത്രോസിന്റെ ലേഖനം 2-ന്റെ 24 വായിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങളെ ഹല്ലേലൂയ തന്റെ ശരീരത്തിൽ വഹിച്ച് അവൻ തന്നെ നമ്മുടെ അവന്റെ അടിപ്പടരാൽ നമുക്ക് ചെയ്തു സൗഖ്യം വരുത്തുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് അവൻ ഇവിടെ ദൈവത്തിന്റെ അദൃശ്യമായ കരത്താലുള്ള സൗഖ്യം നമുക്കെല്ലാവർക്കും ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. എന്താണ്? അങ്ങ് രോഗശാന്തിയും ആരോഗ്യവും വരുത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. രോഗശാന്തി മനുഷ്യന്റെ ഔദാര്യ ഹല്ലേലൂയ ധാരാളമായ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവസന്നിധിയിൽ ഏതെങ്കിലും അവസ്ഥയിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ദൈവസന്നിധിയിൽ ഭാരത്തോട് വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ധനജനത്തോട് പറയുന്നു, ഞാൻ നിന്റെ സകല രോഗത്തെയും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അത് ക്യാൻസർ ആയാലും അത് ഡയബറ്റീസ് ആയാലും അത് ഹാർട്ട് പേഷ്യന്റിന്റെ ഹല്ലേലൂയ ആയാലും നിന്നെ അലട്ടുന്ന രോഗത്തെയും സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ കരസ്പർശനം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിടുതലായി പരിണമിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസനായ ദാവീദ് 107-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ നിന്റെ വചനം വായിച്ചു നീതിയുന്നു സൗഖ്യമാക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് രോഗസൗഖ്യമെങ്കിൽ ഇന്ന് പകൽക്കാലത്തിന്റെ മുൻപിൽ ശാരീരികതയോടെ മാനസിക ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതമേ നിന്റെ വിശ്വാസം ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് എന്നെ വിടുവിക്കൂ, തന്റെ കരം എന്നെ തൊട്ട് എന്നെ സൗഖ്യമാക്കുന്നുള്ള വിശ്വാസത്താൽ ജീവിതത്തിൽ 12 വർഷം ഹല്ലേലൂയ തന്റെ മുതലെല്ലാം വിറ്റ് പല വൈദ്യന്മാരാൽ ചികിത്സിച്ച് ജീവിതത്തിൽ യാതൊരു വിടുതലുമില്ലാത്ത രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീയെ കുറിച്ച് തെളിവിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അവൾ യേശു ഹല്ലേലൂയ യേശുവിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നു, രോഗസൗഖ്യം നടക്കുന്നു എന്ന് മനസ്സിലാക്കി
മനസ്സിലായി. പുരുഷാരത്തിന്റെ നടുവിലൂടെ യേശുവിനെ ഹല്ലേലൂയ അവൾ സ്പർശിപ്പാനായിട്ടിടയായി തീർന്നു. യേശുവിന്റെ വിശ്വാസം യേശുവിനെ ഒന്ന് തൊട്ടാൽ അവന്റെ വസ്ത്രം എനിക്ക് സൗഖ്യം വരുമെന്നുള്ള ആത്മവിശ്വാസം അവൾക്ക് വിടുതലായി പരിണമിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ മകൾക്കാലം ദീർഘവർഷത്തെ പഴക്കം ഒരുപക്ഷേ നിന്റെ രോഗത്തിലുണ്ടായേക്കാം. ഒരുപക്ഷേ നീ പല വൈദ്യന്മാരാലും ചികിത്സിച്ച് അവൻ ഏറിയ സമ്പത്ത് അതിനു വേണ്ടി ചിലവേണ്ടിയ ഒരു വ്യക്തിയായിരിക്കാം. എന്നാലും മകൾക്കാലം വിശ്വാസത്തോടെ ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നെങ്കിൽ ഹല്ലേലൂയ അവൻ നിന്നെ വിടുവിച്ചയക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നമ്മുടെ നടുവിലുള്ളതോർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യാവേ സ്തുതി. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. അവൻ ഹല്ലേലൂയ സകലതും സാധ്യമാക്കുന്ന ദൈവമാണ്. ആ ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ അങ്ങയോടെ ഓർക്കുമ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ഹല്ലേലൂയ വിശുദ്ധീകരിച്ചു നിർത്താനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആമേശ്വരൻ മൂന്നാമത് നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ ജീവനെ നാശത്തിൽ പറയാനായിട്ട് കഴിയും. ആമേശ്വരം ആത്മാശുദ്ധത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഹല്ലേലൂയ അവനെ ചേറ്റിൽ നിന്നും ഹല്ലേലൂയ നാശകരമായ കുടിയിൽ നിന്നും ആ സ്വന്തം ഹല്ലേലൂയ പാപത്തിന്റെ ആ ചേറ്റുകുടിയിൽ കിടന്ന നമ്മെ ഹല്ലേലൂയ പാരമ്പര്യത്തിന്റെ ഒരുപക്ഷെ നമുക്കൊരുപക്ഷെ ആ പാപത്തിന്റെ ചേറ്റുകുടിയില്ലെങ്കിലും വലിയൊരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്വന്തം ഇങ്ങനെയാ പറയുന്നത്. വചനത്തിൽ പറയുന്നത് പാരമ്പര്യമായ ഞങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത ഹല്ലേലൂയ നമുക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അവനൊരു ക്രിസ്തീയ പൈതൃകം നമ്മുടെ കുടുംബപരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ വ്യർത്ഥമായിരുന്നത്. പക്ഷേ ആ വ്യർത്ഥമായ പാരമ്പര്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ പ്രാണനെ രക്ഷയ്ക്കായി വീണ്ടെടുത്തിയ ഒരു കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. മൂന്നാമത് പറയുന്നു നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ്. ദൈവത്തിന്റെ സ്വന്തം അത് വെള്ളിയും ഒന്നൊന്നും കൊടുത്തല്ല നമ്മളെ വീണ്ടെടുക്കാനായിട്ട് ഇടയായി തീർന്നത്. കുഞ്ഞാട്ടിന്റെ ഈ ലോകത്തിൽ കള്ളന്മാർ മോഷ്ടിക്കുന്നതും ആമെ പുടിവരിക്കുന്നതുമായ ആമെ സമ്പത്ത് കൊണ്ടൊന്നുമല്ല നമ്മളെ വീണ്ടെടുത്തത്, മറിച്ച് ആമെ കുഞ്ഞാട്ടിന്റെ ഹല്ലേലൂയ. ഓ ശബലാരി ബലം ബിലവി വിലപ്പെട്ട ഒരനുഭവത്തിൽ എത്തപ്പെടുവാനിടയായിരുന്നു. പറഞ്ഞു, നീ സർവ്വലോകം നേടി എന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? കൃപയാൽ നമുക്കെല്ലാവർക്കും യേശുക്രിസ്തുവിലൂടെ ലഭിച്ച വലിയ ഭാഗ്യം എന്ന് പറയുന്നത് തന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചതുകൊണ്ട് നമുക്ക് നിത്യജീവനെ അവൻ പ്രോമിസ് ചെയ്തു. ഇന്ന് പകൽ നമ്മോട് ഇന്ന് മരിച്ചാൽ ക്രിസ്തുവിൽ ജീവിക്കുന്നത് കൊണ്ട് അവൻ എന്റെ മരണം ലാഭമായി തീരൂ. ആമേ സ്വന്തം എന്ന് ഞാൻ ക്രിസ്തുവിനോട് ചേരുവാൻ ആമേ ആകാംക്ഷയോടിരിക്കുകയാ. വിട്ടുപിരിഞ്ഞാലോട് കർത്താവിനോട് ചേരുകയാ. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് ചേരാൻ വളരെ ആകാംക്ഷ ഭരിതരായി ഓരോ ദിവസവും വളരെ നിർമ്മലതയോടെ, വളരെ വിശുദ്ധിയോടെ, വളരെ വിശ്വസ്തയോടെ ദൈവത്തോട് ചേരുവാനുള്ള ആ നല്ല മനോഭാവത്തിൽ ആമേനായിരിക്കുന്ന ദൈവത്തിന്റെ വചനേ ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ വിളിച്ച നമുക്കറിയാം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ 5 മരണത്തിന് ആമേശ്വരം കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്നലെ വരെ 5 മരണത്തിൽ ഞാൻ സംബന്ധിപ്പാനായിട്ട് ഇടയായിരുന്നു. അതെല്ലാം ആമേശ്വരം 55
45, 53, 58, 62 ഇങ്ങനെ പ്രായപരിധിയിലുള്ള ആളുകൾക്കാണ് പ്രശ്നമോ ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം പൗലോസ് പറയുന്നു, അവൻ വിട്ടുപിരിഞ്ഞ് എങ്ങനെയെങ്കിലും കർത്താവിനോട് ചേരാൻ. കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേകർക്ക് വലിയ മടുപ്പായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ അനേക പ്രിയപ്പെട്ടവർ ജീവിതം മടുത്തുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ മനുഷ്യർക്ക് സ്വസ്ഥതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെയാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്വൈരമായി വീടുകളിൽ കിടന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കള്ളന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ മോശം എന്നൊക്കെ പറയുന്ന ഈ കൂട്ടരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ഷെ അവരെ ആയുധമാക്കിക്കൊണ്ട് മറ്റു പലരും എന്ത് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ ഈ കൊള്ളയും കൊലപാതകങ്ങളൊക്കെ വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുക. സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നുവിട്ടു. ആമേശ്വരം. എന്നാൽ ഇതിന്റെ എല്ലാ നടുവിൽ നമ്മെ ദൈവത്തിന്റെ വചനമാണ്. നാലാമത്തെ വാക്യത്തിൽ വായിച്ചു, അവൻ എന്നെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു, കരുണ എന്നെ അറിയിച്ചിരിക്കുന്നു. മണവാളൻ തലപ്പാവണിയുന്നത് പോലെ മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ അലങ്കരിക്കുന്നത് പോലെ കർത്താവ് നമ്മെ അലങ്കരിച്ചിരിക്കുന്ന അലങ്കാര വസ്തുവാകുന്ന ആ ദയ. കാരണം നമ്മെ മുടിച്ചു കളയാത്ത, നമ്മെ തകർത്ത് കളയാത്ത, അന്യന്മാരുടെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാത്ത, പല സന്ദർഭങ്ങളിൽ തകർന്നു പോകും, നാം വീണു പോകും, എങ്ങനെയായിത്തീരും, ഏത് അവസ്ഥയിലൊക്കെ ആയിത്തീരുമെന്ന് ചിന്തിച്ചതായ ആ സാഹചര്യങ്ങളിൽ നമ്മെ കൈപിടിച്ച് നടത്തിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ശക്തനെ, ബലവാനെ. വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ ദൈവമേ ഈ പ്രഭാതത്തിൽ എന്റെ ജീവിതത്തിൽ എന്റെ കാലങ്ങളിൽ തട്ടിപ്പോകാതെ, എനിക്ക് വീഴ്ച സംഭവിക്കാതെ, അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ, കെണികളിൽ നിന്നും ഞാൻ അകപ്പെടാതെ, യാതൊരുവിധമാകുന്ന ശത്രുവിന്റെ വലയത്തിൽ ബന്ധപ്പെടാതെ നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പകൽക്കാലം അനുഭവിക്കുന്ന ദൈവജനത്തെ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒന്ന് അകറ്റി മോചിക്കപ്പെടുന്ന ഒരു നീതിന്യായ കോടതിയുടെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. നല്ല ഹീലിംഗ്, നല്ല രോഗസൗഖ്യം തരുന്ന നല്ല സ്വന്തം ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളെ കൺസൾട്ട് ചെയ്യുന്നത് പോലെ നമ്മളെ വിടുവിക്കാൻ കഴിവുള്ള ഒരു നല്ല കർത്താവിന്റെ മുമ്പിലാണ് കഴിഞ്ഞ വർഷക്കാലം നമ്മളെ നാശത്തിൽ വീണ്ടെടുത്ത് തന്റെ കരുണയും നമ്മെ അണിയിച്ചിരിക്കുന്ന കർത്താവിന്റെ കരുതലുകളെ അടുത്ത വാക്യത്തിൽ, അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ യൗവനം കഴുകന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ പുതുക്കം പ്രാപിക്കാൻ താൻ എന്താ ചെയ്യുന്നത്? തന്റെ ചിറകൊണ്ട് പറന്നുയരാൻ കഴിയാത്ത സാഹചര്യങ്ങൾ തനിക്ക് നേരിടുമ്പോൾ, തന്റെ തൂലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ താൻ ഏറ്റവും ഉയർന്ന പാറയുടെ മുകളിൽ സ്വന്തം താൻ അഭയം തേടും. ആ അഭയം തേടി അവൻ അതിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ചില ദിവസങ്ങൾ തന്റെ ശരീരത്തിലുള്ള സ്വന്തം പഴയ തൂലുകളെല്ലാം കുത്തിപ്പിരിച്ച് അവൻ കളഞ്ഞിട്ട് മറ്റൊന്ന് രൂപപ്പെടുത്തും. നമ്മുടെ കോഴിക്കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള പനി ഗുണ പോലെ സ്വന്തം
ചിലത് പിന്നത്തേതിൽ നല്ല തൂവലായി, പിന്നത്തേതിൽ ഹല്ലേലൂയ അതിനെ പറന്ന് അവൻ ഉയരുവാൻ ഉള്ളതായ നല്ല ഹല്ലേലൂയ ചിറകുകളായി രൂപപ്പെടുന്നത് പോലെ ഈ 2024 അവസാന മാസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന നാം ഒരു 2025 നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം തരുന്നെങ്കിൽ ഒരു പുതുക്കപ്പെട്ട അനുഭവത്തോടെ വേണം നമ്മൾ 2025 പ്രവേശിക്കുവാൻ. ആ പുതുക്കം എങ്ങനെ നമുക്ക് പ്രാപിക്കാൻ കഴിയും? ദാവീദിന്റെ 41-ാമത്തെ വാക്യത്തിൽ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണം, സ്ഥിരമായ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണം. നിർമ്മലമായ ഒരു ഹൃദയമായിട്ട് നമ്മൾ 2025 പ്രവേശിക്കുന്നെങ്കിൽ ആ 2025 നമ്മൾക്ക് ശക്തി പകരുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ശാസ്ത്രവചനം ഹല്ലേലൂയ 41-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആത്മശക്തി പ്രാപിക്കണം. ആത്മശക്തി പ്രാപിക്കാനായിട്ട് ചില ദിവസങ്ങളൊക്കെ ചില പ്രിയപ്പെട്ടവരൊക്കെ വാസം എടുക്കുമ്പോ ചിലർ പറയാം, ഈ ഇടയായിട്ടാണെന്ന് ഇച്ചിരി ക്ഷീണിച്ചൊക്കെ ഇരിക്കുക, അപ്പൊ എന്തും എത്ര വലിയ വാട്ടം, ഇത്ര വലിയ ക്ഷീണമൊക്കെ എന്താണെന്ന് പുറം കണ്ടുകൊണ്ട് നോക്കുന്ന പലരും നമ്മളെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് ഹല്ലേലൂയ അവരോട് പറയണം, ഈ പുറമേയുള്ളവർ ഇച്ചിരി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഞങ്ങളുടെ അകത്തുള്ളവരുണ്ടല്ലോ, ഞങ്ങളുടെ അകത്തുള്ളവർ കർത്താവിന്റെ സന്നിധിയിൽ കുത്തിയിരുന്ന് അകത്ത മനുഷ്യനെ പുതുക്കുന്ന അവന്റെ ആത്മീയ കാഴ്ചപ്പാട് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. അവൻ ശക്തി സംഭരണത്തിൽ നിന്ന്, അവൻ ഫൗണ്ടേഷനിൽ നിന്ന് അവൻ നമ്മിലേക്ക് വ്യാപരിക്കുന്ന ആ ദൈവത്തിന്റെ അത്യന്ത ശക്തിയായി ഞാൻ നിങ്ങളുമായി തീരുമ്പോൾ ഒരു ശത്രുവും നമ്മുടെ മുമ്പിൽ അടുക്കുവാൻ ദൈവം അനുവദിക്കരുതേ. 2 കൊരിന്ത്യർ 4-ാമത്തെ വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. 16-17 ഈ വാക്യം വായിച്ച് 2 കൊരിന്ത്യർ 4-ാമത്തെ 16 നോക്കുന്നവരൊക്കെ പറയുകയാണെന്ന് എന്തായാലും ക്ഷീണമൊക്കെ കാണിക്കുന്നത് ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ കാണുന്നല്ലോ, മുഖം പാടിയിരിക്കുന്നല്ലോ എന്നൊക്കെ പുറത്തുള്ളവർ നമ്മളെ കുറിച്ച് നമുക്ക് അടുത്ത വാക്കിനെ വായിക്കുന്നു, ഞങ്ങളുടെ അകമേയുള്ളവൻ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യരെയാണ് നമുക്ക് ആവശ്യം. ഒരു പുതിയ മനുഷ്യൻ നമ്മുടെ അകത്ത് രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ആത്മനിറകൾ ദൈവത്തെ ആരാധിച്ച് നമ്മുടെ നിർജീവ പ്രവൃത്തികളെ എല്ലാം നമ്മിൽ നിന്നും നീക്കണം. നമ്മുടെ പഴയ പ്രവൃത്തികളെ ഒരുവൻ പുതുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന്റെ 8, 9, 10 ഈ 3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പുതുക്കപ്പെടാൻ കഴിയാത്ത അവിശ്വാസം അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്ന കോപവും ക്രോധവും ഒന്ന് വായിച്ചത് ഈർഷ്യ ഇതിരിക്കുന്നിടത്തോളം നമുക്ക് ഭൂകോപം വരുത്തില്ല. കോപവും ഈർഷ്യയും ശാഠ്യവും ഒക്കെ ഇരുന്നാണെന്നുണ്ടെങ്കിൽ പുതുക്ക പ്രാർത്ഥന. അടുത്ത ഭാഗത്തിലേക്ക് വായിക്കുന്നു, പഴയ മനുഷ്യന്റെ ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ ഈ പഴയ മനുഷ്യന്റെ ഒരു സ്വഭാവം നമ്മൾ വെച്ചേക്കരുത്. അവിടെ പറയുന്നു അവനെ എന്ത് ചെയ്യണം? 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു,
പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഒരു പഴം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിന്റെ പുറമ്പോട് അവൻ നമ്മളെന്തെങ്കിലും അതിന്റെ തൊലി അവൻ നമ്മൾ ഇളക്കി ഹല്ലേലൂയ പൂർണ്ണമായി മാറ്റുന്നത് പോലെ പഴയ മനുഷ്യൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വഴക്കുണ്ടാക്കാനും പിണക്കമുണ്ടാക്കാനും അവൻ ഹല്ലേലൂയ വേണ്ടാത്ത അവൻ എല്ലാ കാര്യത്തിലും ഈ പഴയ മനുഷ്യന്റെ സ്വഭാവം നമ്മളെ കൊണ്ട്. പക്ഷേ അതിനെ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് ഉരിഞ്ഞു കളയണം. അവന് പൂർണ്ണമായിട്ട് ഉരിഞ്ഞു കളഞ്ഞ് അടുത്ത വാക്യം നിങ്ങളെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ കൂടിയ മനുഷ്യൻ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയതാണ്. പക്ഷെ ക്രിസ്തുവിനോടുകൂടെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അതേ വെള്ളത്തിൽ സ്നാനമേറ്റിക്കൊണ്ട് കയറി വരുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാ ആമേൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. റോമലേഖനം 4:5 നമുക്ക് അങ്ങനെയാണ് വായിപ്പാനായിട്ട് കഴിയുന്നത്. ക്രിസ്തുവിന്റെ ആമേൻ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ചിട്ട് ആമേൻ ജീവന്റെ പുതുക്കത്തിൽ പ്രിയമുള്ളവരെ, ഈ പഴയ മനുഷ്യൻ ഇരിക്കുന്നിടത്തോളം നമുക്ക് പുതുക്കപ്പെടാനായിട്ട് സാധ്യമല്ല. സ്തോത്രം. പഴയ ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവരെ ഹൃദയകാഠിന്യം പലപ്പോഴും ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിയാതെ പോയിട്ടുണ്ട്. അഗസ്ത്യൽ പ്രവചനം 36-ാം അധ്യായം നമ്മൾ വായി പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം അതിന്റെ ഹല്ലേലൂയ 25, 26 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വായിക്കാനായിട്ട് കഴിയുന്നത്. ക്രിസ്തു ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ജനത്തിന്റെ അവൃത്തിയും അവരുടെ കല്ലായ ഹൃദയവും ആ ആവശ്യം അവർക്ക് യാതൊരുവിധമായ ഒരു മനസ്സിലുമില്ലാതെ ഇരിക്കുന്നത് ആവശ്യം അതിന്റെ 26-ാമത്തെ ഭാഗത്തുള്ള കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം അവൻ പർവ്വതം പോലെ ആവശ്യം ഹല്ലേലൂയ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത ആ ഹൃദയത്തിന്റെ ആ അനുഭവം ആവശ്യം അത് ഒന്ന് മാറി കിട്ടാനായിട്ട് നിങ്ങളുടെ മേൽ കളിക്കുന്ന നിർമ്മല ജലം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ആരായി മാറും? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ഒരുപോലെ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഞാൻ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടും. ആമേൻ. ഞാൻ പറഞ്ഞ വാക്ക് ആമേൻ ഹല്ലേലൂയ എന്റെ പ്രവൃത്തികളൊക്കെ ആ പരിശുദ്ധാത്മാവിനെ വിവേചിക്കുമ്പോൾ നമ്മുടെ കുറവുകളെല്ലാം കണ്ടെത്താനായിട്ട് കഴിയും. ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. അടുത്ത വാക്യം നിങ്ങളുടെ സകല അശുദ്ധി അല്ലെങ്കിൽ മലിനതകളെയും നിങ്ങൾ ലോകത്തിൽ ദൈവത്തെക്കാൾ എന്തിനെ ഹല്ലേലൂയ നിങ്ങൾ ആമേൻ ഹല്ലേലൂയ വലുതായി കാണുന്നുവോ അത് നിങ്ങളുടെ വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ മറ്റേതെങ്കിലും ഒരു വസ്തുവിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നു എന്ന് വെച്ചാൽ കൂട്ടായ്മയേക്കാൾ ആമേൻ ഒരു വിരുന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആമേൻ സ്തോത്രം ആ വിഗ്രഹത്തെ ഹല്ലേലൂയ നിങ്ങളിൽ നിന്ന് നീക്കി അടുത്ത വാക്യം നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം. അപ്പോൾ ഈ പുതിയ ഹൃദയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നിർമ്മല ജലത്താലുള്ള തണുപ്പ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നിർമ്മലരായി തീരുകയാണ്. നിർമ്മലരായി തീരുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിൽ ആക്കുകയാണ്. 2024 അവസാന മാസം 4-ാം തീയതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മേൽ തളിക്കപ്പെടുന്ന നിർമ്മല ജലം നിങ്ങളുടെ മലിനതകളെ മാറ്റി ഒരു പുതിയ ആത്മാവിനെ ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിലാക്കി ഈ ദിവസങ്ങളിൽ മുൻപോട്ട് കടന്നു പോകുന്നെങ്കിൽ 2025 പുതുക്കപ്പെട്ട ചില അനുഭവങ്ങൾ ആത്മീയ തലത്തിൽ പുതുക്കം ഹല്ലേലൂയ അത് ഭൗതിക തലത്തിൽ അത് ശാരീരിക തലത്തിലൊക്കെ അവൻ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ എനിക്ക് നിങ്ങൾക്ക് അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ളത് യാതൊരു സംശയമില്ല.
വാക്കുകൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെ മോചിക്കുന്ന ദൈവമാണ്, ഞാൻ നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, ഞാൻ നിങ്ങളുടെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്, കരുണയിൽ നിങ്ങളെ അണിയിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം. Praise the Lord. നിങ്ങളുടെ വായിക്ക് ഞാൻ നന്മകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു സ്തോത്രം പറയാൻ പറഞ്ഞാൽ പോലും സ്തോത്രം പറയാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാ. ഇന്ന് അനേക വിശ്വാസികൾ ദൈവസന്നിധിയിൽ ശാലമോനിക്കൽ പറയുന്നുണ്ട്, സദൃശവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോ, നിന്റെ വായുടെ ഫലത്താൽ സ്തോത്രം നിനക്ക് നന്മ അനുഭവിക്കാനും കഴിയും, സ്വന്തം പ്രാപിക്കാനും കഴിയും, നന്ദി അനുഭവിക്കാൻ കഴിയും. അവന് അതുപോലെ 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആർത്തിയോടെ വരുന്നവൻ തൃപ്തി പ്രാപിച്ചു പോകുന്നു പറയുന്നത്. ആ വായുടെ ഫലത്താൽ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ആരംഭങ്ങളിൽ ദൈവസന്നിധിയിൽ ദൈവജനമായിരിക്കുമ്പോൾ ദൈവസന്നിധി വരുമ്പോൾ നമ്മുടെ വായുടെ ഫലം സ്തുതികളുടെ വിമർശിക്കുന്ന ദൈവം സ്തോത്രം. അപ്പോൾ ആ ഫലത്താൽ നീ നന്മ അനുഭവിച്ച് തൃപ്തി പ്രാപിച്ചു പോകാനായിട്ട് ആ നല്ല അനുഭവങ്ങൾ 2025 സഭയായി നമ്മൾ എല്ലാവരിലും ഒരുപോലെ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. ആമേൻ. എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. സമയം കൊണ്ട് കടന്നു പോകുന്നല്ലോ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ കടന്നു വരുമ്പോ നമ്മുടെ വായാണ് നമ്മുടെ നന്മയുടെ സ്തുതിക്കുന്ന സ്ഥാനത്ത് സ്തുതിക്കണം. അവൻ വായിക്കുന്ന സമയത്ത് ആ ദൈവത്തെ കൊടുക്കേണ്ട ഭാഗത്ത് ബലോചിതം നന്നായി പഠിച്ചാൽ ഈ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം അത് നമ്മുടെ അനുഗ്രഹമായി വെളിപ്പെടുവാനാണ്. സഹായിക്കട്ടെ. ഇന്ന് പകൽ എനിക്ക് ഈ അവസരം ലഭിക്കുക ദൈവത്തിന്റെ ദാസനോടും കൂടിയുള്ള ദൈവസഭയോടും അനുഗ്രഹിച്ച ദൈവസന്നിധിക്കുന്നു. ദൈവമായി അനുഗ്രഹിക്കപ്പെടുന്ന ദൈവിക സന്ദേശം നമ്മൾ കേൾക്കുവാനായിട്ടാണ്. സകലകർത്തങ്ങളെയും മാനിച്ചു സകല പാപങ്ങളെയും സൗഖ്യമാക്കുന്ന ആത്മാവിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് ജഡത്തിൽ ബലഹീനതെങ്കിലും ആത്മാവിലെ ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഫലമായി ആത്മബലം സംഭരിക്കുവാൻ, ദൈവിക ശക്തി സംഭരിക്കുവാൻ. ജഡത്തിൽ ക്ലേശങ്ങളുണ്ടെങ്കിലോ ആത്മാവിൽ ശക്തിയോടെ വളർച്ച പ്രാപിക്കത്തക്കവണ്ണം, അങ്ങനെ ബലം പ്രാപിക്കത്തക്കവണ്ണം അവിടുത്തെ ബലമുള്ള കലകളിലേക്ക് നമ്മെ സമർപ്പിക്കുക. എല്ലാ കലകളും അടച്ച് ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കപ്പെട്ട വചനം നമുക്ക് അനേകർക്കും വിടുതലിനും പ്രത്യാശയും ദൈവകൃപയ്ക്കും കാരണമായി തീരുവാൻ, ഈ ബലത്തോടെ മടങ്ങി പോകുവാൻ, ഈ ശക്തിയോടെ മടങ്ങി പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരെയും സഹായിക്കുന്നു. എല്ലാവരും കലകളെ അടച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രയാണിച്ച പ്രാർത്ഥനയിൽ വീണ്ടും കർത്താവ് കോട്ടയം ജീവിതം കടന്നു സഹായിച്ചല്ലോ. മകളുടെ കോട്ടയം നടത്തുവാൻ സഹായിച്ചു പാടി ദൈവത്തെ ആരാധിക്കാൻ സഹായിക്കാൻ ഒന്നാമത്തെ സാക്ഷികളെത്തുന്ന താഴെ വാസ്തുവിനത്തിലുള്ള പരീക്ഷകളും പ്രയാസങ്ങളും കടന്നു പോകുന്ന താഴെ ഉണ്ടാവുന്നതിന്റെ വഴികൾ പറഞ്ഞ് ദാസെ കൈകൊടുത്ത് നടത്തി ദൈവം ദാസിയുടെ ആദ്യത്തിന് അറിയുന്ന താഴെ പറ്റിക ഭർത്തരായിട്ടുള്ള ആരും സഹായം ഇല്ലാതെ കഴിയുമ്പോൾ കഥ സ്വർഗം ദൈവം കൂട്ടായിട്ട് വളരായിട്ട് സഹായം മൂന്നാമത്തെ ആ വസ്തുവിന് ആഗ്രഹിക്കുന്ന പക്ഷേ കഥ വീണ്ടും ദൈവം സമയത്ത് ഇരിക്കുകയാണ്. ഇവരെ സഹായിക്കണം, ആരും സഹായിക്കുന്ന ദൈവത്തിന് സഹായിക്കുന്ന കാര്യമുള്ള സ്പർശിന്റെ കാര്യം അവിടെ ദാസിയാണ് ഇത്തരം ആരോഗ്യ നടത്തുവാൻ ദൈവം ദാസി സഹായിക്കുന്ന കണക്കായി നന്ദിയോടെ ശ്രദ്ധിക്കുന്ന ഓരോ പല വിഷയങ്ങളെത്താൻ വയ്ക്കാവുന്ന കഥാ പ്രാർത്ഥന വിഷയം നന്ദിയോടെ ശ്രദ്ധിക്കുന്ന സൂചിക്കാൻ ശ്രമിച്ചു കഥാ രോഗത്താൽ ബാധിച്ചാൽ പ്രാർത്ഥന കൈകൊള്ളുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥന ഉപയോഗത്തിലുള്ള ക്രിയ ചെയ്ത് അവരെ നിർവഹിക്കാൻ ബാധിക്കാൻ നിർദ്ദേശത്തായി വ്യക്തികൾ പ്രാർത്ഥിച്ചു സഹായിക്കും. കഥാകൃതി അടുത്ത മാസം ഈ മാസം നടത്താൻ പവർ കോൺഫറൻസ് സെക്ഷൻ
കൺവെൻഷനായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കാത്ത ഏറ്റവും വലിയമായിട്ടുള്ള അതേക്കുറിച്ചായിട്ടുള്ള സഹായിക്കും ജീവാസുരങ്ങൾ സ്വരഞ്ഞ സഹായിക്കണമെങ്കിൽ പുതിയ വർഷം കടന്നു വരികയാണ് ആ പുതിയ വർഷത്തിൽ വ്യത്യാസം കിട്ടുവാൻ ആമേൻ. സ്തോത്രം 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 സ്തോത്രം.